നമുക്കുണ്ടായ പ്രളയം 2026 പ്രളയം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുണ്ടായ മഴ മൂലം ഉണ്ടായതാണ്. ഈ പ്രളയത്തിൻ്റെ കാരണമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. കാരണം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു മഴ ഉണ്ടാകുന്നു, ആ മഴയെല്ലാം വെള്ളം കൂടെ ഒന്നിച്ച് നദിയിൽ കൂടെ താഴേക്ക് വരുന്നു. താഴേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു വെള്ളം ഒന്നിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സ്ഥലം വേണം. വെള്ളം സാധാരണഗതിയിൽ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നത് നമ്മളുടെ കൈത്തോടുകളിൽ കൂടെ, ചെറിയ തോടുകളിൽ കൂടെ ഈ പാടശേഖരങ്ങളിലേക്കായിരുന്നു. അപ്പോൾ ഈ പാടശേഖരങ്ങളിലേക്ക് ഒഴുകേണ്ട ഈ തോടുകൾ പലതും നികന്നുപോയി, ചിലത് പലതും കയ്യേറി. അപ്പം പാടശേഖരങ്ങളെ അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളതിനെ തണ്ണീർത്തടമെന്നോ അല്ലെങ്കിൽ വെള്ളം ശേഖരിച്ച് വച്ചിരിക്കുന്ന തടങ്ങളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള തടങ്ങളിലേക്ക് വെള്ളം ഒഴുകാനുള്ള കൈവഴികളായിട്ടാണ് നമ്മുടെ തോടുകളെല്ലാം പ്രവർത്തിച്ചിരുന്നത്. ആ തോടുകളെല്ലാം ഇല്ലാതായി, അല്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തെ വഹിച്ചുകൊണ്ട് പോകാനുള്ള ശേഷി കുറഞ്ഞു. അപ്പം നമുക്ക് 2-3-4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. പെട്ടെന്നുണ്ടാകുന്ന മഴ എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ആദ്യം നോക്കണം. പെട്ടെന്നുണ്ടായ മഴ ഉണ്ടാകുന്നതിന് നമുക്ക് തടസ്സം, അല്ലെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം ആഗോള താപനവും അതിനോടനുബന്ധിച്ചുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് അതിന് കാരണം. പിന്നീട് ഇങ്ങനെ മഴ ഉണ്ടാകുന്നു, പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ചെയ്യാവുന്ന എന്താണ് പരിഹാര മാർഗ്ഗങ്ങളാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒന്നിച്ച് താഴേക്ക് ഒഴുകി വരുന്ന വെള്ളം പെട്ടെന്ന് ഒഴുകി വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അനിയന്ത്രിതമായ പാറ ഖനനം, മണ്ണ് ഖനനം, അതുപോലെ ചോലവനങ്ങളുടെ നശീകരണം, അതുപോലെ കാച്ച്മെൻ്റ് ഏരിയ, ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലുള്ള വനനശീകരണം. ഇതൊക്കെയാണ് പെട്ടെന്ന് വെള്ളം താഴേക്ക് വരാനുള്ള കാര്യം. വെള്ളത്തെ മഴ പെയ്ത് താഴെ വീഴുന്ന വെള്ളത്തെ പിടിച്ചു നിർത്തി അതിൻ്റെ വേഗതയൊന്ന് കുറച്ച് താഴേക്ക് ക്രമാനുഗതമായി വിടണം. അതിന് പകരം ഇപ്പോൾ സംഭവിക്കുന്നത് ആ വെള്ളം വലിയ കുത്തൊഴുക്കായിട്ട് താഴേക്ക് വരുന്നു. താഴേക്ക് വരുന്ന വെള്ളത്തെ പിടിച്ചു നിർത്താൻ ആറ്റിൽ മണലില്ല. മണലുള്ളത് ചെറിയ ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. മണൽ ആറ്റിലുണ്ടെങ്കിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒഴുകി വരുന്ന വെള്ളവും മണലും കൂടെ കലങ്ങി ഒരു കലക്ക വെള്ളമാകുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി, അല്ല അതിൻ്റെ ഭാരം സാധാരണ വെള്ളത്തെക്കാട്ടി കൂടുതലാണ്. അങ്ങനെ ഭാരം കൂടിയ ആ മിശ്രിതം വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ വേഗതയെ കുറയ്ക്കും. കൂടാതെ പിന്നീടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറുകളുടെ അടിത്തട്ട് ഇപ്പം പലയിടത്തും തെളിഞ്ഞ എക്കൽ അല്ലെങ്കിൽ അടിത്തട്ടിലെ ചേറ് അല്ലെ ചെളി മാത്രമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊരു കനാൽ പോലെ അല്ലെങ്കിൽ ഒരു തോട് പോലെയാണ് നമ്മുടെ ആറുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതിങ്ങോട്ട് വന്ന് താഴേക്ക് വന്ന് ഒരു റാന്നി കഴിയുമ്പോഴത്തേക്ക് വടശ്ശേരിക്കര, റാന്നി, ആറന്മുള, കോഴഞ്ചേരി താഴോട്ട് പോകുന്നു. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ട് ഒഴുകിപ്പോകാൻ, താഴോട്ട് ഒഴുകാൻ മാർഗ്ഗമില്ലാതെ അവിടെ പെട്ടെന്ന് ഉയരുന്നു. നേരത്തെ നമ്മുടെ പുഞ്ചകളിലും പാടശേഖരങ്ങളിലേക്കുമാണ് ഈ വെള്ളം പോയിരുന്നത്. അത് പോകാതെ വരുമ്പോൾ ഈ ഉയരുന്ന വെള്ളം സമീപ പ്രദേശങ്ങളിലേക്ക് കയറുന്നു. അങ്ങനെയാണ് ഈ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും റോഡുകളിലേക്കും എല്ലാം കയറുന്നത്. ഈ വെള്ളം ഒഴുകി പോകാൻ ഇരിക്കാനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും പണ്ട് ഉണ്ടായിരുന്ന കലുങ്കുകൾ എല്ലാം കലുങ്കുകൾ മൂടിക്കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് പെട്ടെന്ന് ഒഴുകി പോകാൻ പറ്റാതെ വന്നു. കലുങ്കുകളുടെ സ്ഥാനത്ത് പലപ്പോഴും പൈപ്പുകളാണ് ഇടുന്നത്. ആ പൈപ്പുകളിൽ കൂടെ ജലം വളരെ കുറച്ച് മാത്രമേ പോകാറുള്ളൂ. അപ്പം കുട്ടനാടിന് മുമ്പ് തന്നെ, അതായത് ആറാട്ടുപുഴയ്ക്ക് മുമ്പ് തന്നെ ഈ വലിയ വെള്ളം വന്നിട്ട് ഒന്നിച്ചു കൂടി അത് വശങ്ങളിലേക്ക് ഒഴുകി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി അടുത്തൊരു കാരണം എന്തുകൊണ്ടാണ് ഇത് താഴേക്ക് പോകാത്തതിൻ്റെ പ്രധാന കാരണം കുട്ടനാട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ അവിടെ പലപ്പോഴും വെള്ളക്കെട്ടുണ്ടാകാനുള്ള കാരണം അവിടെ പുതുതായിട്ട് ധാരാളം റോഡുകളും കലുങ്കുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി വെള്ളം ഒഴുകുന്ന അസുഖമായിട്ടുള്ള അതിൻ്റെ പാത പലപ്പോഴും നഷ്ടപ്പെട്ടു. പിന്നീട് നമുക്ക് പറയാവുന്നത് വേമ്പനാട്ട് കായലിൽ എത്തിച്ചേർന്നതിന് ശേഷം ഇത് ഒരു പൊഴിയിൽ കൂടി, അതായത് നമ്മുടെ തണ്ണീർമുക്കം പൊഴിയിൽ കൂടെ വേണം അറേബ്യൻ കടലിലെത്താൻ. ആ വഴിക്കും കുറേയേറെ തടസ്സങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളപ്പൊക്കം വരുമ്പോൾ ആളുകൾ പറയും മണൽ വാരി ആറിൻ്റെ ആഴം കൂട്ടാം. പക്ഷെ അങ്ങനെ ആഴം കൂട്ടുന്നതല്ല പ്രതിവിധി. നമുക്ക് വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തി ഇതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളത്തെ അതിൻ്റെ വേഗത കുറച്ച് താഴെ കൊണ്ടുവരാനും അവിടുത്തെ പ്രകൃതിയുടെ നഷ്ടം അല്ലെങ്കിൽ പ്രകൃതിയുടെ ശോഷണം ഒഴിവാക്കാനും താഴേക്ക് വരുമ്പോൾ ഒഴുകി വരുന്ന വെള്ളം പാടങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒഴുകി മാറാനുള്ള വഴി ഒരുക്കാനും അതിനുശേഷം കുട്ടനാട്ടിലെത്തി കഴിയുമ്പോൾ ഈ വെള്ളം അവിടെ നിന്ന് സുഗമമായിട്ട് കടലിലേക്ക് ഒഴുകാനുള്ളൊരു അവസരം ഉണ്ടാക്കണം. അപ്പോൾ അതിൽ ഈ 3-4 ഘട്ടങ്ങളിലായിട്ടുള്ള വിദഗ്ധരുടെ ഒരു ഒന്നിച്ചുള്ള പ്രവർത്തനവും പഠനവും വേണം. വളരെ ശാസ്ത്രീയമായ ഒരു പഠനം ഇല്ലാതെ നമ്മൾ വെള്ളം ആറ്റിലെ മണൽ മാത്രം വാരി മാറ്റിയതുകൊണ്ടോ ചളി മാത്രം വാരി മാറ്റിയതുകൊണ്ടോ ഇതിൻ്റെ പ്രശ്നം തീരുന്നില്ല. കാരണം ഇങ്ങനെ ആറിൻ്റെ ആഴം കൂടിയാലുണ്ടാവാവുന്നത് വേനൽക്കാലത്ത് അല്ലെങ്കിൽ വരൾച്ച ഉള്ള സമയത്ത് ഉപ്പുവെള്ളം കായലിൽ നിന്ന് നമ്മുടെ ഉൾപ്രദേശങ്ങളിലേക്ക് കയറും. അങ്ങനെ ഉപ്പുള്ള ഉൾപ്രദേശങ്ങളിലേക്ക് കയറിയാൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നം നമ്മളുടെ ഭൂഗർഭജലം
ഉപ്പുരസമുള്ളതായി തീരും. ഭൂഗർഭജലം ഉപ്പുരസമുള്ളതായി തീർന്നാൽ ഇനി വരുന്ന 50, 60, 70 കൊല്ലം കഴിയുമ്പോൾ നമ്മളുടെ ഈ പ്രദേശത്തെ ശുദ്ധജലത്തിൻ്റെ ലഭ്യത തീരെ കുറഞ്ഞു പോവുകയും ഉപ്പുവെള്ളം കലർന്ന വെള്ളം നമ്മളുടെ കിണറുകളിൽ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. ഇത് ഉടനെ ഒന്നും സംഭവിക്കുന്നതല്ല. നമ്മൾ വളരെ മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ. നമ്മൾ 2 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കോ ഉള്ള പ്ലാനിങ് പോരാ. നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു 20, 25, 50, 70 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഈ സ്ഥലത്ത് എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള പ്ലാനിങ് വേണം. അതിനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. ആധുനിക ടെക്നോളജി നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിപ്പോൾ ഈ വയൽ നികത്തലോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, മലയോര മേഖലകളിൽ നിന്ന് തന്നെ തുടങ്ങിയാണ് പ്രത്യേക ലോബികളുടെ ഒരു അതെ. നമുക്ക് ഈ പുഴ എന്ന് പറയുമ്പം നമ്മൾ ഈ കാണുന്ന പുഴ നമ്മളുടെ പുഴയുടെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ കാണാത്ത നമ്മുടെ മനുഷ്യനേത്രങ്ങൾക്ക് അഗോചരമായിട്ടുള്ള ഒരു വലിയ ഭൂവിഭാഗം ഇതിന് മുകളിലുണ്ട്. പുഴയുടെ തുടക്കമുണ്ട്. ആ പുഴയുടെ ഉത്ഭവ സ്ഥാനത്തെ തൊട്ട് നമ്മളിതിനെ കരുതണം, പുഴയെ കരുതണം. അങ്ങനെ പുഴയെ കരുതിയെങ്കിൽ മാത്രമേ നമുക്ക് താഴേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കാനും അതിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാനും അതിനെ നമുക്ക് മനുഷ്യർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ മാറ്റാനും കഴിയത്തുള്ളൂ. വേറെ ഉരുൾപൊട്ടലടക്കമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് വളരെ വലിയൊരു മഴ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉരുൾപൊട്ടലുണ്ടാവും. പക്ഷേ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പല കാരണങ്ങളുമുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാർ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വനനശീകരണം തൊട്ട് നമ്മളുടെ ഹൈവേകളുടെ പണികൾ തൊട്ട് പല രീതിയിലുള്ള മണ്ണെടുപ്പ് തൊട്ട് പാറപൊട്ടിക്ക് തൊട്ട് പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് വളരെ സമഗ്രമായ ഒരു ആസൂത്രണവും സമഗ്രമായ ഒരു ശാസ്ത്ര അവബോധവും വേണം. എന്തെങ്കിലും എടുത്തിയാടി മണൽ മാറ്റിയാൽ അല്ലെ മണ്ണ് മാറ്റിയാൽ ആഴം കൂട്ടിയാൽ വെള്ളപ്പൊക്കം നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. നമുക്ക് അതിനപ്പുറത്തേക്ക് സമഗ്രമായ ഒരു പഠനം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതുപോലെ ഈ നദിയിൽ വെള്ളം കൂടുന്ന സമയത്തുണ്ടാകുന്ന ഈ മുൻകൂട്ടിയുള്ള പ്രവചനം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പം നടക്കുന്നില്ല. അതെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കാലാവസ്ഥാ പ്രവചനം അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ അത്ര ആക്യുറേറ്റ് ആവണമെന്നില്ല. പക്ഷേങ്കിൽ നമുക്കറിയാം ശബരിമല ഭാഗത്ത് നിന്ന് ശബരിമല പമ്പയിൽ വെള്ളം പൊങ്ങിയാൽ ആ വെള്ളം നമ്മുടെ റാന്നിയിലെത്താൻ 3-4 മണിക്കൂറുകൾ എടുക്കും. അതിനുശേഷം ആ വെള്ളം നമ്മൾ കോഴഞ്ചേരിയിലും മാരാവണ്ണം എത്താൻ വീണ്ടും മണിക്കൂറുകൾ എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇത് പെരുന്നാട്ടിലും അല്ലെങ്കിൽ ചെങ്ങന്നൂരും എത്തുന്നത്. അപ്പോൾ ഈ മണിക്കൂറുകൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ വളരെ കൃത്യമായ ഇൻഫർമേഷൻ ആൾക്കാരിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവരുടെ വീട്ടുപകരണങ്ങൾ, വീട്ടിലെ വസ്തുക്കൾ, അവരുടെ വാഹനങ്ങൾ എല്ലാം ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റാനും ഒരു മുൻകരുതലെടുക്കാനും കഴിയും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏർലി വാർണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കത്തിന് സമയം കിട്ടത്തക്കവണ്ണമുള്ള വളരെ ഫലപ്രദമായ ഒരു മുന്നറിയിപ്പ് സംവിധാനം നമ്മൾക്ക് ഘട്ടമായിട്ട് തിരിക്കണം. അതായത് നമുക്ക് ശബരിമല പമ്പ മുതൽ വടശ്ശേരിക്കര വരെ റാന്നി വരെയുള്ളൊരു ഭാഗം, റാന്നി മുതൽ നമുക്ക് ചെങ്ങന്നൂർ വരെയുള്ള ഭാഗം, ചെങ്ങന്നൂരിന് ശേഷം കുട്ടനാട് വരെയുള്ള ഭാഗം, അങ്ങനെ ഈ നദിയെ 2, 3, 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോ ഭാഗത്തും ജലനിരപ്പിലുണ്ടാകുന്ന വ്യത്യാസം എത്രയും പെട്ടെന്ന് ആളുകളിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിനുള്ള ടെക്നോളജി നമുക്കുണ്ട്. പക്ഷേ അതിനുള്ള ഒരു പ്രായോഗിക തലത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇനി വേണ്ടത്. മറ്റൊരു കാര്യം, ഈ നമ്മുടെ ജില്ലയിലുള്ള പമ്പയായാലും അച്ചൻകോവിലായാലും മണിമലയായാലും കല്ലാറായാലും കക്കാട്ടാറായാലും ഇതിൻ്റെയൊക്കെ ഒരു സംരക്ഷണം, നദീ സംരക്ഷണം കൃത്യമായി നടക്കുന്നില്ല. ശരിക്കും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളുടെ മണ്ണിനെ സംരക്ഷിക്കുന്ന പോലെയും വായു സംരക്ഷിക്കുന്ന പോലെയും വളരെ കാര്യക്ഷമതയോടുകൂടി തന്നെ നദികളെയും ജലാശയങ്ങളെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കണം. പലപ്പോഴും ഇത് നടക്കുന്നില്ല. ജലസ്രോതസ്സുകളെ നമ്മൾ സംരക്ഷിക്കുന്നില്ല, നദികളെ സംരക്ഷിക്കുന്നില്ല, നമ്മളുടെ നിർഗമന മാർഗങ്ങളെയും ആഗമന മാർഗങ്ങളെയും നമ്മൾ കരുതുന്നില്ല. ഇത് വളരെ ആസൂത്രിതമായി ഏകോപനത്തോടുകൂടി വിവിധ വകുപ്പുകൾ ചേർന്ന് നടത്തേണ്ട ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ ഒഴിവാക്കാൻ നമുക്ക് ഇതിന് പ്രത്യേകം ഒരു ആസൂത്രണ സംവിധാനവും അവ നടപ്പിലാക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനവും നദികൾക്ക് വേണ്ടി തന്നെ ഉണ്ടാവണം. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പൊല്യൂഷൻ നോക്കുന്നു, റവന്യൂ വകുപ്പ് ഭൂമിയുടെ കാര്യം നോക്കുന്നു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നദിയുടെയും വെള്ളത്തിൻ്റെ കാര്യം നോക്കുന്നു. അപ്പോൾ ഇത് കമ്പാർട്ട്മെൻ്റൽ അല്ലെങ്കിൽ ചിതറി പോകാതെ ഏകോപനത്തോടുകൂടി നടപ്പാക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക സംവിധാനം ഉണ്ടാവണം. അതിനി അമാന്തിക്കാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ പുതിയ ഗവൺമെൻറ് വന്നല്ലോ, അവർക്കൊരു പുതിയ തുടക്കം നന്നായി ചെയ്യാൻ കഴിയും. അതിനുള്ളൊരു ശ്രമം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സാർ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവണം, പക്ഷേ അതിന് ഈ റിവർ മാനേജ്മെൻറ്റിലൊരു കമ്മിറ്റി ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിയില്ല. നമുക്ക് പലപ്പോഴും
ഇത്തരം കമ്മിറ്റികളൊക്കെ കാണും. റിവർ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റികളൊക്കെ ഓരോ സ്ഥലത്തും ഉണ്ട്, ഓരോ നദിക്കുമുണ്ട്. പക്ഷെ അത് ഫലപ്രദമായി പ്രായോഗികമായി നടക്കുന്നുണ്ടോ, അതിൻ്റെ മീറ്റിങ്ങുകളൊക്കെ കൃത്യമായി വിളിച്ചു കൂട്ടുന്നുണ്ടോ, ഉത്തരവാദിത്തപ്പെട്ട വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ, ശാസ്ത്ര അവബോധമുള്ള, ശാസ്ത്രീയമായിട്ട് അതാത് വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ഇത് കൃത്യമായി മുടങ്ങാതെ നടക്കുന്നു. അവരുടെ നിർദ്ദേശം സ്വീകരിക്കാനും അത്തരം മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാനും ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.